ചേട്ടാ ഇത് ശരിയാവില്ല, ഇങ്ങനെയാണെങ്കിൽ പറ്റില്ല ചേട്ടാ. എന്താ എന്ത് ശരിയാവില്ലെന്ന്? ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണം ഇല്ല അടുത്ത ആഴ്ച, നമ്മളെല്ലാവരും പോകുന്നേ. അപ്പോൾ അതിന് പോകുമ്പോൾ അമ്മ പറയാൻ അമ്മ ഫ്രണ്ട് സീറ്റിലിരിക്കുള്ളൂ, കാറിൻ്റെ ഫ്രണ്ട് സീറ്റ് എൻ്റെ അല്ലേ. അത് പറ്റത്തില്ല, ഞാൻ കൊടുക്കത്തില്ല. അങ്ങനെ ഫ്രണ്ട് സീറ്റ് ആർക്കും വിട്ടു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഓ, ഇതൊക്കെ ഒരു വിഷമമാണോ? ഇതൊക്കെ വിഷമമുള്ള കാര്യം തന്നെയാണ്. ഇതൊക്കെ ഇപ്പോൾ തീരുമാനം എടുത്തില്ലേ പറ്റില്ല. പോകെ പോകെ ഓരോരുത്തർ മാറി മാറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫ്രണ്ട് സീറ്റ് ഇല്ലാണ്ടായിപ്പോൾ. അതെ, ഫ്രണ്ട് എൻ്റെ സീറ്റാണ്, അത് എൻ്റെ സീറ്റാണ്. എടി, അച്ഛനും അമ്മയും പ്രായമായവരല്ലേ, അവർക്ക് അതിൻ്റെ ബഹുമാനം കൊടുക്കണ്ടേ? അവർക്കും ആഗ്രഹം കാണില്ലേ ഫ്രണ്ട് സീറ്റ് ഇരിക്കണമെന്ന്? അയ്യോ, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും വേണ്ട. കാർ EMI-ലൊക്കെ ആണെങ്കിലും ഡൗൺ പേയ്മെൻറ്റ് ആദ്യത്തെ പൈസ എൻ്റെ കയ്യിലിരിക്കണ വളയെടുത്ത് പണയം വെച്ചിട്ട് ചേട്ടൻ കൊണ്ട് കൊടുത്തേ. അപ്പോൾ ആ വണ്ടിക്ക് നല്ല അവകാശം ഇരിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ഒന്നും തന്നൊന്നുമില്ലല്ലോ. എൻ്റെ വളയുടെ പൈസ കൊണ്ടല്ലേ നിങ്ങൾ അതുകൊണ്ട് മേടിക്കാൻ പറ്റിയതെങ്കിലും. അപ്പോൾ പിന്നെ ഇതിൽ കുറേ അവകാശങ്ങൾ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് സീറ്റ് ആർക്കും വിട്ടു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിൽ കുറഞ്ഞിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ മതി എല്ലാവർക്കും. അവരെ കൊണ്ടുപോകണ്ടെന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ അവർ വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞ് മാറ്റിയിരുത്തിയേക്കണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കാവും. ഇപ്പം തന്നെ പറഞ്ഞേക്കാം. അല്ലേ, എന്റെയാ. വാ ഇരിക്കെ. കുറേ ദിവസമായി ഇങ്ങോട്ട് വരണം എന്ന് ഞാൻ വിചാരിക്കണം, നടക്കണേയില്ല. ഓ, എന്നാലും നിനക്ക് എന്ത് പറ്റി ഇങ്ങനെ വരാൻ തോന്നാൻ? സാധാരണ ബന്ധുക്കാരുടെ വീട്ടിലൊന്നും ഇങ്ങനെ പോണതല്ലല്ലോ നീ. എന്ത് പറ്റി? അയ്യോ, അങ്ങനെ മനഃപൂർവ്വം വരാതിരുന്നൊന്നും അല്ല അമ്മായി. പിന്നെ ഇങ്ങോട്ട് വരണമെങ്കിൽ തന്നെ ബസ് പിടിക്കണം, ഓട്ടോ പിടിക്കണം, പിന്നെ അവിടെ നിന്ന് നടക്കണം. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ വയ്യ. വെയിലൊക്കെ അല്ലേ. പിന്നെ ഇപ്പോൾ 2 ദിവസം മുന്നേ ഞങ്ങൾ കാറ് മേടിച്ചേ. അപ്പം പിന്നെ ഇപ്പോൾ കാറിലൊന്ന് വന്ന് അമ്മായിനെ ഒന്ന് കണ്ടിട്ട് വന്ന് വിചാരിച്ചു. അതുകൊണ്ടാ. അവൻ കയറിയില്ലല്ലോ, അവൻ അവിടെ പോയതാ. ചേട്ടന് ഇവിടെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടേ വർക്കിൻ്റെ കാര്യത്തിൽ. അപ്പം അങ്ങോട്ട് പോയേക്കാം. ഞാൻ പിന്നെ ആ സമയത്ത് അമ്മായിനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. അവിടെ എങ്ങനെയുണ്ട് ചൂട്? ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര ചൂട്. അതുകൊണ്ട് ഈ വണ്ടിയൊക്കെ ഇങ്ങനെ റോട്ടിൽ കൂടെ പോണതുകൊണ്ടേ ഭയങ്കര ചൂടാണ്. വീട്ടിലൊക്കെ ചൂടൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കാറിൽ AC ഇട്ട് വന്നതുകൊണ്ടേ ചൂടൊന്നും അറിയുന്നില്ല. എത്ര രൂപയായി കാറിന്? വലിയ പൈസയൊന്നും ആയില്ല അമ്മായി. 4,99,999 രൂപയുള്ളൂ. ചില്ലറ കാശ്. പിന്നെ എനിക്കങ്ങനെ നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടനായിരുന്നു നിർബന്ധം ഒരു കാറ് മേടിക്കാതെ. ഈ വെയിലും കൊണ്ടൊക്കെ എത്രയാന്ന് വെച്ചാൽ നടക്കണേ. ഇന്നത്തെ കാലത്ത് എല്ലാ വീട്ടിലും കാറുണ്ട്, കാറില്ലാത്ത വീടൊന്നും ഇല്ലേ. അപ്പം പിന്നെ ചേട്ടൻ നിർബന്ധം. പിന്നെ എൻ്റെ ഫേവറേറ്റ് കളർ നോക്കിയാൽ മേടിച്ച് 5 പേർക്കിരിക്കാം. വലിയ കാറാ. ഇനിയിപ്പോൾ അമ്മായിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി കേട്ടാ. ഞങ്ങൾ വന്നോളാം കാറല്ലേ എവിടെയെങ്കിലും പോകണമെങ്കിൽ. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ലടി. നിന്നെയൊക്കെ എന്തിനാണ് വിളിക്കണത്? എനിക്ക് എവിടെയും പോകണമെങ്കിൽ ഞാൻ ഒരു ഓട്ടോ വിളിക്കും, അത്ര തന്നെ. ഓട്ടോയൊക്കെ ചൂടല്ലേ, കാറിൽ പോവാ. കാറിൽ AC ഉണ്ട്. ചേട്ടൻ വന്നു തോന്നുന്നു അമ്മായി. ഞാൻ ഇറങ്ങട്ടെ കേട്ടാ. 3-4 ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകാനുണ്ട്. കാറുള്ളപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും. ശരി എന്നാ. അവള് കാറ് വാങ്ങിയത് നാട്ടുകാരെ കാണിക്കാൻ നടക്കാണ്. ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ പോയിട്ട് പൊങ്ങച്ചം പറയാനാണ് അവൾക്ക്. നാണം കേട്ടവള്. അതാവത്ത് പിന്നെ ആർക്കും കാറില്ലേ അല്ലേ. വന്നേക്കട്. എന്താണിത്? ഏത് നേരവും തുടക്കലാണല്ലോ നിനക്ക്. ഒന്നും പറയണ്ടെത്താ. എനിക്ക് പൊടി തുടയ്ക്കാനേ നേരമുള്ളൂ. ഈ റോഡ് സൈഡിലല്ലേ കിടക്കണത്. ഫുള്ള് പൊടി അടിച്ച് കയറുകയാണ്. എന്താ ചെയ്യുക, തുടച്ച് മടുത്ത്. വണ്ടിയൊക്കെ റോഡിൽ ഓടണ്ടല്ലേ, എന്തായാലും പൊടി പിടിക്കും. നീ അങ്ങനെ തുടച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ ശരിയാ, എന്നാലും വെറുതെ തുടച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ്. പിന്നെ സത്യം പറയാലോ ഇതാ, ഈ പരിസരത്തൊന്നും ആർക്കും കാറില്ല. ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ കാറുള്ളൂ. അതുകൊണ്ട് എന്താണ് ഒരു ഗമയാണ്. റോട്ടിൽ കൂടെ പോകണമെങ്കിൽ എത്തി വലിഞ്ഞാണ് നോക്കണത്. പിന്നെ എത്രയൊക്കെ ആണെങ്കിലും പുതിയ കാറൊന്നും അല്ലല്ലോ, സെക്കൻഡ് ഹാൻഡ് അല്ലേ. ഇതാ സെക്കൻഡ് ഹാൻഡ് കാറൊക്കെയാണ്. പക്ഷേ ഈ വണ്ടിയെ കണ്ടാൽ പറയൂ സെക്കൻഡ് ഹാൻഡ് ആണെന്ന്. 6 കൊല്ലം എന്തോ പഴക്കമുണ്ട്. നമ്മളിപ്പോൾ സെക്കൻഡ് ഓണറാണ്. പക്ഷെ ഇത്ര പഴക്കമൊന്നും തോന്നില്ല. ഒരു മങ്ങിയ കളറോ സ്ക്രാച്ചോ എന്തേലും ഉണ്ടാ. പുത്തൻ വണ്ടി പോലെയല്ലേ ഇരിക്കണത്. എന്തായാലും നിങ്ങൾ ശരിക്കും അന്വേഷിച്ചിട്ടൊക്കെ തന്നെയല്ലേ കാർ എടുത്തത്. എൻ്റെ വകയിലൊരു അനിയൻ, അവനൊരു കാറ് മേടിച്ചു. ഇതുപോലെ ഒരെണ്ണമാണ്, ഇതുപോലെ പുത്താനൊക്കെ ആയിട്ട് ഇരുന്ന്. എന്നിട്ട് എന്തായി, കുറച്ച് നാളൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് ഇതുപോലെ കടന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് ഓരോ പ്രശ്നങ്ങളായി, ഓരോന്ന് കംപ്ലൈൻറ്റ്. കുറേ നന്നാക്കാൻ നോക്കി, പറ്റാണ്ടായിന്ന്. ഇതുപോലെ തന്നെ ഇരുന്നത്. എന്നിട്ട് കുറച്ച് നാൾ നന്നാക്കാനൊക്കെ നോക്കി അവിടെ ഇവിടെ കൊണ്ട് കിടന്നു. പിന്നെ അവൻ തൂക്കി വിറ്റു. എന്നിട്ട് പുതിയ കാറെടുത്ത്. അതുപോലെ ആകാതിരുന്നാൽ മതി ഇതൊക്കെ. എന്താ
ഇത്താടെ കരുനാക്ക് പിടിച്ച് വളർത്താരം പറയല്ലേട്ടാ. ഒരു കുഴപ്പമില്ല വണ്ടിക്ക്. ഈ വണ്ടി കണ്ട വഴിക്ക് ഈ ചേട്ടൻ എന്താ ചെയ്തെന്നറിയോ, നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ട് കാണിച്ച്. അപ്പം മെക്കാനിക്ക് എന്താ പറഞ്ഞതെന്നറിയോ, ഇതുപോലൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി അയാളുടെ കരിയറിൽ കണ്ടിട്ടില്ല എന്ന്. അടിപൊളി വണ്ടിയാന്ന് പറഞ്ഞു, ഒരു കംപ്ലൈൻറ്റും ഇല്ല. പിന്നെ അല്ലിത്താ, നിങ്ങൾ എത്ര കാലമാണ് ഈ 2 വീലറിൽ കിടക്കുന്നത്? ഞങ്ങളുടെ പോലെ ഒരു കാറ് മേടിക്കുന്നത്. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇതുപോലൊരു കാറ് വേണമെങ്കിൽ ഞങ്ങൾക്കും മേടിച്ചിടാം. പക്ഷെ പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ? ഈ ഇട തന്നെ ഇക്കടെ തോളിൻ്റെ കുഴ തെറ്റിയിട്ട് അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് അറിഞ്ഞുള്ളൂ. ഏത് നേരവും ആശുപത്രി ചിലവുള്ള ഞങ്ങൾക്കൊന്നും കാറിൻ്റെ കാര്യം ആലോചിക്കുകയേ വേണ്ട. ഇവിടെ പിന്നെ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി നേരത്തെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രി ചിലവ് വന്നാൽ സുഖമായിട്ട് ഞങ്ങൾക്ക് ഇറങ്ങി വരാം. എൻ്റെ പൊന്നോ, നിങ്ങളെ ഞാൻ സമ്മതിച്ച്. നിങ്ങൾ എങ്ങനെയാണ് ഈ അടവെല്ലാം കൂടി അടയ്ക്കണത്? കാറിൻ്റെ വാടക, വീടിൻ്റെ വാടക, അതിൻ്റെ കൂടെ ഇൻഷുറൻസിനൊക്കെ നല്ല പൈസ അടയ്ക്കട്ടെ. ഇതെങ്ങനെയാണ്? ഇൻഷുറൻസിന് അധികം പൈസയൊന്നും അടയ്ക്കണ്ട. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അവിടെ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ പ്ലാനുകളൊക്കെ 400-500 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട്. പിന്നെ ചേട്ടൻ അതിൻ്റെ കൂടെ ഒരു ടേം ഇൻഷുറൻസ് കൂടെ അവിടെ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. അത് കൊള്ളാമല്ലോ. അല്ല, ഇപ്പം ടേം ഇൻഷുറൻസ് ഇപ്പം ഇതിനെടുത്ത് വെച്ചേക്കണത്? മനുഷ്യന്മാരുടെ കാര്യമല്ലേ, ആർക്കാ എപ്പോഴാ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല എന്നും പറഞ്ഞ് ചേട്ടൻ എടുത്തു വെച്ചാണ്. പിന്നെ നമ്മുടെ കുടുംബത്തിൽ സമ്പാദിക്കുന്ന ഒരാൾ മരണപ്പെട്ട ബാക്കിയുള്ളവർക്ക് ചിലവ് നോക്കി ജീവിക്കണ്ടേ? അതിന് വേണ്ടിയാണ് ഈ ടേം ഇൻഷുറൻസ്. അസുഖം വന്ന ഹോസ്പിറ്റലിൽ പൈസ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഹെൽത്ത് ഇൻഷുറൻസ്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസിന് 25% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. ടേം ഇൻഷുറൻസിന് 15% വരെ. 1 കോടി രൂപ വരെ കവറേജുള്ള ഹെൽത്ത് ഇൻഷുറൻസും 2 കോടി രൂപ വരെ കവറേജുള്ള ടേം ഇൻഷുറൻസും ഇവിടെ പോയി എടുത്തു വയ്ക്കാം. കേട്ടിടത്തോളം കൊള്ളാം. എന്തായാലും ഇക്കോട് പറഞ്ഞ് ഒരെണ്ണം എടുക്കണം. എന്നാലേ ഞാനെന്നാ പോട്ടെ കേട്ടാ. നീ എന്തായാലും തുടച്ചോണ്ടൊക്കെ നിൽക്ക്, നന്നായിട്ടൊക്കെ തുടക്കിയിട്ടാ. ശരി, എന്നാ ഞാൻ നടക്കാൻ ഇറങ്ങിയതാടേ. തള്ളക്ക് ഞങ്ങൾ കാറ് മേടിച്ച് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. മേന കേട്ടാ സാധനം. എന്താടി, എന്താ നിനക്കൊരു വിഷമം? ചേട്ടാ, നമ്മൾ കാറ് മേടിച്ചത് കുറച്ച് തിടുക്കം കൂടിപ്പോയെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞ് മതിയായിരുന്നു. അതെന്താ നിനക്കിപ്പോൾ അങ്ങനെ തോന്നാൻ? ചേട്ടനറിയാലോ, ഇവിടെ അയൽക്കാരെല്ലാവരോടും കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പില്ലേ, അതിൽ നമ്മുടെ മറ്റേ ആ വളവിലൊരു അശ്വതിയില്ലേ, മറ്റേ അവളുടെ ഗൾഫിലാണ് കെട്ടിയോനൊക്കെ. അത് തന്നെ. അവർ പുതിയ താറെടുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ. അതിനിപ്പോൾ എന്താ, അവർ വാങ്ങട്ടെ. എൻ്റെ പൊന്നിയുടെ ചേട്ടന് വല്ല ബോധമുണ്ടോ? നമ്മുടെ വണ്ടിയേക്കാൾ നല്ലതല്ലേ ഈ താറ്? ഇപ്പം ഒന്നാമത് ഇവിടെ ഒന്നും ആർക്കും വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വണ്ടി ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇതിപ്പോൾ അവർ താറെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും അല്ലാണ്ടായിപ്പോൾ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മേടിച്ചാൽ മതിയായിരുന്നു. അതാകുമ്പോൾ അവരുടെ താറിനേക്കാൾ ഇച്ചിരി കൂടെ നല്ല വണ്ടി നമുക്ക് മേടിക്കാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ വണ്ടി ഒന്നിനും കൊള്ളാത്തതായിപ്പോയി എല്ലാവരുടെയും മുന്നിൽ. എടി, നിനക്കെന്താടി പ്രാന്താണോ? കുറേ നാളുകൊണ്ട് കാറ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത കാശ് മുടക്കി എന്നെ കൊണ്ട് ഈ കാറ് മേടിപ്പിച്ച്. ഒരു മാസത്തെ EMI എത്ര നിനക്കറിയാവോ? പലരും പലതും മേടിക്കും. ഇതൊക്കെ കണ്ടിട്ട് അതിന് മുകളിൽ സ്വന്തമാക്കണം എന്ന് വിചാരിച്ചാൽ ആ ചിന്ത അത്രയ്ക്ക് നല്ലതല്ല കേട്ടോ. വീഡിയോയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു. നിങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കാനും നിങ്ങളില്ലെങ്കിലും നിങ്ങളുടെ കുടുംബത്തെ സാമ്പത്തികമായി സുരക്ഷിതമാക്കാനും നിർബന്ധമായും ഹെൽത്ത് ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചിരിക്കണം. ഇതൊരിക്കലും പിന്നത്തേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല, ഒരു കുടുംബത്തിന് അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. ടേം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി.